വീണ്ടും നമ്മുടെ ഉസ്താദുമാരുടെ ചെലവിന്റെ ദിവസം ആയിട്ടുണ്ട്. ഇന്നും നമ്മൾ 5 നേരത്തെ ഫുഡാണ് കൊടുക്കുന്നത്. അപ്പൊ രാവിലെ തന്നെ എണീറ്റിട്ട് നല്ലൊരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടി ബഹൂറൊക്കെ കത്തിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ 5 മണിക്ക് കിച്ചണിലോട്ട് കയറുന്നുണ്ട്. തലേന്ന് രാത്രി തന്നെ ഞാൻ കൽത്തപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു 6 മണി ചായക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് 6 മണിക്ക് ചായക്ക് കൽത്തപ്പവും അതുപോലെ തന്നെ ചായയുമാണ് കേട്ടോ. അപ്പൊ കൽത്തപ്പം നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കൽത്തപ്പാണ് കേട്ടോ. അപ്പൊ കൽത്തപ്പും ചായയൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കന് തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുള്ള കറിയും നെയ്പ്പത്തലും അതുപോലെ തന്നെ നമ്മൾ ഉഴുന്നും അരിയൊക്കെ അരച്ചിട്ടുള്ള അപ്പല്ലേ അത് ചുട്ടെടുക്കുന്നുണ്ട്. അതിലോട്ട് ഗ്രീൻ പീസിന്റെ കറിയും കൂടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഉസ്താദിന് ചിക്കൻ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഗ്രീൻ പീസിന്റെ കറിയും കൂടി റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ 10 മണിയത്തെ ചായയൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇനി ചോറിന് നമ്മൾ നോർമൽ ആയിട്ടുള്ള ലഞ്ചാണ്. അപ്പം സാദാ ചോറും മോര് കറിയും അതിലോട്ട് ബീഫ് വരട്ടും പിന്നെ നമ്മുടെ പപ്പായ തോരനും അതുപോലെ തന്നെ ചമ്മന്തിയുമാണ് കേട്ടോ നമ്മുടെ ലഞ്ചിന്. കൂടുതലൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്. വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് ക്യാരറ്റും പഴമൊക്കെ വെച്ചിട്ടുള്ള ഒരു പോളയാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ രാത്രിയത്തെ ഫുഡാണ്. രാത്രിയത്തെ ഫുഡ് എന്ന് പറയുന്നത് ചെമ്മീൻ കറിയും അതുപോലെ തന്നെ ചപ്പാത്തിയും പിന്നെ സലാഡും ആണ് കേട്ടോ. മാഷാ അല്ലാഹ്, അങ്ങനെ നമ്മുടെ ഈ ഒരു മാസത്തെ ഉസ്താദുമാരുടെ ചെലവും വളരെ സിമ്പിൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ.